guys, welcome back to our YouTube channel. അപ്പോൾ ഗൈസ് ഇപ്പോൾ എക്സാം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഗൈസ്. എക്സാം ഒക്കെ അപ്പോൾ പഠിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതെ. ഇവള് പിന്നെ പഠിക്കൊന്നുമില്ല, ഭയങ്കര മടിച്ചാണ് ഗൈസ് പഠിക്കാൻ. ഭയങ്കര നമ്മൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഓളേക്ക് വെക്കും ബിയാനിയുടെ മടിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കുറേ കമൻറ്റുകൾ കണ്ടു, എന്താ ചേച്ചി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ SSLC പബ്ലിക് എക്സാം ഇപ്പോൾ ഒരു 2-3 കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞാൽ സംസ്കൃതം, മലയാളം, പിന്നെ ഇംഗ്ലീഷ്, സോഷ്യൽ കഴിഞ്ഞു. ഇനി വലിയ വലിയ സബ്ജക്റ്റുകൾ തിങ്കളാഴ്ച തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച മാത്സ്, പിന്നെ ചൊവ്വാഴ്ച ഇല്ല, അത് കഴിഞ്ഞാൽ ഹിന്ദി, ബുധനാഴ്ച, പിന്നെ വ്യാഴാഴ്ച ഇല്ല, അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഫിസിക്സ്. അത് കഴിഞ്ഞാൽ എനിക്കിനി 2 എക്സാമും കൂടെ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഗൈസ് കഴിഞ്ഞു, 10th കഴിഞ്ഞു ഗൈസ്. എന്തായാലേ പെട്ടെന്ന് ഭയങ്കര സ്പീഡിലാണ് പോണത്. എന്റെ പിന്നെ കഴിയില്ല. ഇല്ല, കുഞ്ഞാറ്റ 1ാം ക്ലാസ്സിൽ തോറ്റെടുക്കാൻ പോകണം. അത് കാരണം കഴിയില്ല. മിക്കവാറും ഇവിടെ തോപ്പിച്ചിടും. ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാറ്റ പഠിക്കാത്തോണ്ട് തോപ്പിച്ചിടാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ കുറച്ച് സ്റ്റഡി റൂട്ടീൻ ഒക്കെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ടേബിള് കുഞ്ഞാറ്റയ്ക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്താണ്. പക്ഷെ അവള് ഇതിലധികം പിരിക്കില്ല, കാരണം അവൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് കാലത്തല്ല അവൾക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ട് അവൾക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ അത് കാരണം ഞാൻ എടുത്തു. അതിന് കൊടുക്കും, ഞാൻ എക്സാം ചെയ്യാൻ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കും. പിന്നെ അവൾക്ക് സ്റ്റഡി വേണ്ട, സ്റ്റഡി ടേബിൾ വേണ്ട. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ അവരുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഗൈസ് എനിക്ക് പ്ലസിലൊന്നും വലിയ ഇതില്ല, കാരണം ഒന്നാമത് എനിക്ക് മറ്റേ ഗ്രേസ് മാർക്കൊന്നും ഇല്ല. ഒന്നിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല ഗൈസ്. അത് കാരണം ഒന്നിനും ചേരാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ വിഷമം ഇപ്പം നല്ലപോലെ ഉണ്ട്. മറ്റേ SBC അങ്ങനത്തേലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 20 ഗ്രേസ് മാർക്ക് കിട്ടിയാണ്. അത് പക്ഷേ ഇനിയിപ്പോൾ പറ്റില്ല ഗൈസ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങളും അധികം പ്രതീക്ഷിക്കരുത് തന്നെയെന്ന്. എനിക്ക് ഫുൾ A+ ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ, മീൻസ് നെഗറ്റീവായിട്ട് ചിലപ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഗൈസ്. ഫുൾ A+. ഞാൻ പഠിക്കും, അതിന് എനിക്ക് എന്താണോ കിട്ടണേ അത് എനിക്ക് കിട്ടും, അതന്നെ. പിന്നെ നമ്മൾ ഏപ്രിൽ ഫുൾ അടിച്ചു പൊളിച്ച് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് മെയിലാണല്ലോ റിസൾട്ട് വരിക. മെയിലാണ് റിസൾട്ട് വരിക. അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും. അതുവരെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് കെയർ ചെയ്യേണ്ടത്. നമ്മളിന്ന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അതിനുള്ളത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കഴിഞ്ഞ എക്സാംസ് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ട്, എനിക്ക് ഗ്രാമർ കുറച്ച് പ്രശ്നമാണ് ഗൈസ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. സോഷ്യലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് റിസൾട്ട് വരുമ്പോൾ പറയാം. നമ്മളോട് എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ തിന്നണ ഒരാൾ ഇരുന്നിട്ട് നിന്റെ കിറുക്കുറു ഇവിടെ കേൾക്കണമെന്ന് തോന്നുന്നുണ്ട്. കടിക്ക് ചവച്ചാനും കാണാൻ്റെ മൈക്ക് വെച്ചാണേ. പിന്നെ നമ്മളിപ്പോ ഇനി ഫുൾ വ്ളോഗ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നമ്മൾ ടൂറിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മൈക്കുള്ളത് നല്ലതല്ലേ നമുക്ക്. അപ്പോൾ ഗൈസ് ഞാൻ പഠിക്കാൻ പോകണം. ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിച്ചു. എനിക്ക് പുതിയ ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അതിനകത്ത് ഇരുന്ന് ആ കസാരയിൽ ഇരുന്ന് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഹൈറ്റ് എനിക്ക് എത്തണില്ലാത്ത പോലെ. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അത് കാരണം ഞാൻ അതൊക്കെ ഉപയോഗിക്കാം. അത് കുറച്ചും കൂടെ വലുതായിട്ട്. അതെ. അപ്പോൾ എനിക്ക് ഈ ടേബിളാണ് പറ്റണുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പെട്ടെന്ന് അവിടെ പഠിപ്പ് നിർത്തി ഞാൻ വന്ന് കട്ടിലും ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. വായോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ കട്ടിലുമേക്ക് കയറി അവിടെ പോയി ഇരുന്ന് പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. കുഞ്ഞാറ്റ എന്തോ പാപ്പന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റ എനിക്ക് ബിസ്ക്കറ്റ് മാൽക്കീസ് ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ഇന്നലെ ഈസിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ ചീസ് നല്ല ടേസ്റ്റാണ്. എനിക്ക് ചോക്ലേറ്റിനുള്ള ഇഷ്ടം ചീസാണ്. ഇതിനകത്ത് ശബ്ദം ഞാൻ കഴിച്ച് മറ്റേ അസ്മാർ പറയാൻ ഞാൻ സൗണ്ട് ഉണ്ടാക്കി തരാം. വേണ്ട എത്ര നേരം സൗണ്ട് ഉണ്ടാക്കില്ല.
ഞാൻ മൈക്ക് എടുത്ത് വെച്ചപ്പോ വിളിക്കും വേണമെന്ന് പറഞ്ഞു വിളിക്കുക അസ്മർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മാത്സ് ഉച്ചവരെ പഠിച്ചു. തിങ്കളാഴ്ച മാത്സ് ആണല്ലോ, ഞാൻ അപ്പോൾ ഉച്ചവരെ മാത്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് എടുത്തു പഠിക്കും. ഫിസിക്സ് അങ്ങനെ ഒരുപാടൊക്കെ പഠിച്ചു, ഒരുപാട് പഠിച്ചു. പിന്നെ എനിക്ക് മറ്റന്നാൾ ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയാണ്. ഹിന്ദി ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, സത്യം പറയാൻ ഇഷ്ടമല്ല എനിക്ക് ഹിന്ദി അറിയില്ല അല്ലേ. അപ്പോൾ മാത്സ് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു. എനിക്ക് അറിയാത്ത പാഠങ്ങളൊക്കെ ഞാൻ പഠിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. പഠിച്ചെടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം. അപ്പോൾ ഇനി ഞാൻ ഫിസിക്സ് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പം ഫിസിക്സ് ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സ്റ്റഡി റുട്ടീനൊക്കെ. പിന്നെ ഇപ്പം എക്സാം ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റഡി റുട്ടീനൊന്നും ഇല്ല. ഞാൻ ഏതാണ് എക്സാം അപ്പോൾ അതിരുന്ന് അങ്ങനെ പഠിക്കും. പിന്നെ 1-2 പേര് ചോദിച്ചായിരുന്നു ഓൺലൈൻ ട്യൂഷൻ ആണോ എന്നൊക്കെ. ഞാൻ ഓൺലൈൻ ട്യൂഷൻ അല്ല ഗൈസ്, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ട്യൂഷൻ ക്ലാസ്സിലാണ് പോകുന്നത്. പിന്നെ ഞാൻ ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം ഞാൻ ക്ലാസ്സും കൂടെ കണ്ടിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്ലാസ് കണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മളൊരു പാനി ഒരു നോട്ട് എടുത്തിട്ട് അതിലെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വല്ല ഡൗട്ട് പിന്നെയും തോന്നി കഴിഞ്ഞാൽ നമുക്കതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. എല്ലാവരും വെള്ളം കുടിക്കണം. ഇപ്പോൾ ചൂടായതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഗൈസ്. പിന്നെ ഞാൻ ഇരുന്ന് കാണുന്ന ഈ ക്ലാസ് കുഞ്ഞാറ്റും കൂടി ഇരുന്ന് കാണും. അവൾക്കൊന്നും മനസ്സിലാവില്ല, എന്നാലും അവൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്. പിന്നെ ഈവനിങ് പഠിക്കാതിരുന്നാൽ ഒരു 9 മണി വരെയൊക്കെ ഇരിക്കും ഏകദേശം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിരുന്ന് പഠിക്കും. ഒരു 11:30 വരെ ഇരുന്ന് പഠിക്കും. പിന്നെ നമ്മുടെ ലൂണയുടെ ഫുഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഈവനിങ് വേണം. ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ ലുലു ഡെയിലിയിൽ പോയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് വലിയ പാക്കറ്റ് വാങ്ങിക്കും. അപ്പോൾ അതാവുമ്പോൾ അവൾക്ക് കുറച്ച് നാൾ ഫുഡ് കൊടുക്കാം. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 9 മണിയാകുമ്പോൾ പഠിപ്പ് നിർത്തിയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പഠിച്ചു കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വാങ്ങിക്കാൻ പോവാണ്. പിന്നെ കുക്കും ഉണ്ട് അവിടെ കുക്കുണ്ട് കേട്ടോ. ആന്റി നോക്കിയേ കളിക്കണം. ഞങ്ങള് പോവാൻ വേണ്ടി നിന്നപ്പോ കുഞ്ഞാറ്റ ഉണ്ടെന്ന് പറഞ്ഞു. അത് കുക്കുവിന് വേണ്ടിട്ട് ഒരു ആഡ് ഷൂട്ട് കുട്ടീനെ അപ്പൊ ഗൈസ് കാറ്റിന് ഫുഡ് വാങ്ങിക്കണം. പിന്നെ ഇവനെ കുറച്ച് അവിടെ നടക്കണം എന്നൊക്കെ എടുക്കണം. കാരണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവനെ കൊണ്ടുപോകുന്നത് ടാസ്ക്കാണ് ഇത്തിരി. കാരണം ഇവൻ പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ മാത്തൊന്നും ഇറങ്ങില്ല. ഇങ്ങനെ അത് ഞണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. തെറ്റ് പറ അച്ഛോ ഇടക്കൊന്ന് എനിക്കായിരുന്നില്ലേ ബാക്കിൽ നിന്നൊക്കെ ഒന്നുമില്ലല്ലേ. പഠിക്കാനെങ്കിലും ഗൈസ് ആൽഫിയുടെ പുതിയ ഫേസ് നോക്കൂ. അയ്യങ്കാര് വീട്ട് അഴകേ അയ്യങ്കാർ അമ്പിയായി ഗൈസ്. അമ്പി എന്നാ റെമോ അന്യനാ വരുത്തിട്ടാ അന്യനാ എടാ അന്യനാ ശരിയാട്ടാ അന്യനാകുമ്പോട്ടുണ്ട്. നമ്മളെ യാത്രയാക്കാൻ അവിടെ എല്ലാവരും ഉണ്ട്. ആമ കുഞ്ഞ് അപ്പൊ നമ്മളിവിടെ എത്തി. നമ്മുടെ കുക്കുനെ എടുത്തിട്ടില്ല. കാരണം അവനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കത്തൊന്നും ഇറങ്ങില്ല. അപ്പൊ ഞാൻ നടത്താണ് ഗൈസ്. നടക്കട്ടെ കുട്ടി നടന്ന് പഠിക്കട്ടെ ഗൈസ്. ഇതിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവരവിടെ. പെരുന്നാളൊക്കെ വിളിക്കുക. ആളുപേരെ പെരുന്നാൾ കൂടി. പക്ഷേ ഗൈസ് നമ്മൾ നോയമ്പഴത്തേക്കാണ് കൂടിയ എന്നാ പെരുന്നാളെന്നറിയോ? കുട്ടി റംദാൻ മുബാരക് ഡയമണ്ടൊക്കെ തൂക്കിയിട്ട് നമ്മൾ നോമ്പെടുത്ത കാരണം നമുക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല. വീട്ടില് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മള് വെജ് ബർഗർ കഴിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസ്. കുക്കുവിന് ഫ്രഞ്ച് ഫ്രൈസ്.
മൂക്കിൻ ഫ്രഞ്ച് ഫ്രൈസ്. കേട്ടിരുത്ത് ഉപ്പ ലമ്പാട്ട കൈസ് ഒക്കെ വയറ് കുത്തിത്തിരിക്കണ്ടല്ലോ. എനിക്ക് വേണ്ട നടക്ക് ഗൈസ് മിനി ഷോ. ഗൈസ് ഇത് കണ്ടോ, ഇത് നല്ലൊരു സംഭവമാണ് നമ്മൾ മൂക്ക് മുട്ടിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിനി വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞു. ഹൈലൈറ്റ് മാളിൽ നമ്മൾ വീട്ടിലെത്തി. ഞാൻ എൻ്റെ മൂക്കും ആ സാധനം ഒട്ടിച്ചു. അത് മറ്റേ നോസ് സ്ട്രിപ്സ് ആണ് ഗൈസ്. നമ്മുടെ മൂക്കിൽ ആണികളൊക്കെ ഇങ്ങനെ പോവും. അത് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ച് കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഒട്ടിച്ച് അത് കഴിഞ്ഞപ്പം നമ്മുടെ മൂച്ചൊട്ടിൻ്റെ മുകളിലാണ് കെട്ടിയേക്കണത്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ പോകണം. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ആ ഇരുട്ടത്ത് മുകളിലേക്ക് പോയി. പിന്നെ അവിടെ അത്യാവശ്യം വെളിച്ചെണ്ണ കേട്ടോ, പള്ളിയുടെ അവിടുത്തെ ലൈറ്റൊക്കെ ഉള്ള കാരണം അങ്ങനെ വെളിച്ചെണ്ണ, അങ്ങനെ ഇരുട്ടൊന്നുമില്ല അവിടെ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്ന് ഇനി ഇരുന്ന് പഠിക്കാൻ പോകണം. ഒരു 11:30 വരെ ഇരുന്ന് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് 12 മണി വരെ പഠിക്കാൻ നമ്മൾ വിചാരിച്ചു. 12 മണി വരെ പഠിക്കാം.